പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ഈശോയെ, സ്നേഹപൂർവ്വം ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്സിനെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അങ്ങ് തന്ന ദാനങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, അങ്ങയോടൊത്ത് സഹകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് കാണുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളില് ഉണങ്ങിയ അത്തിവൃക്ഷത്തിന്റെ പാഠാണ്. ഉണങ്ങിയ അത്തിവൃക്ഷത്തിന്റെ പാഠം മർക്കോസിന്റെ സുവിശേഷം 11 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അതിന്റെ കാണാനായിട്ട് സാധിക്കും. അവിടെ തലേ ദിവസം പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിനു മുൻപുള്ള ഒരു പാസേജ് വായിക്കണം. 11-ാം അധ്യായത്തില് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഈശോ പറയാണ്, അടുത്ത ദിവസം അവർ ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നും, അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. എന്നിട്ട് പക്ഷെ ഈശോ അതിൽ നിന്ന് അത്തിപ്പഴം പ്രതീക്ഷിച്ചു. അങ്ങനെ കാലമല്ലാതെ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും കണ്ടില്ല, കാലമല്ലല്ലോ. അപ്പൊ ഈശോ അതിനെ ശപിക്കുന്ന പോലെ നമുക്ക് ശപിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ പറഞ്ഞു, ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. നമുക്കൊന്നും എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ അത്തിവൃക്ഷം ഫലം തരാത്ത കാലമായിരുന്നിട്ടും അതിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ചതെന്നും ഫലം തരാതായപ്പോൾ അതിനെ ശപിച്ചതെന്നും ഇതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ശിഷ്യത്വത്തിന്റെ വലിയൊരു പാഠമാണ് ഈശോ ഇതിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടുത്തെ പലസ്തീനയിലെ അത്തിവൃക്ഷങ്ങള് നമ്മുടെ അത്തിവൃക്ഷങ്ങളുടെ പോലത്തെ ഇലകളാണ്. എന്നാൽ അത്തിവൃക്ഷം ഉണ്ടാകുക നമ്മുടെ അവിടെ ഉണ്ടാകുന്നത് പോലെ തണ്ടിനോട് ചേർന്ന് അടിയിലല്ല. ഓരോ ഇലയുടെ തണ്ടിന്റെ അടിയിലാണ് അത്തിവൃക്ഷം ഉണ്ടാകുക. അപ്പോ നമുക്ക് അകലെ നിന്ന് നോക്കിയാല് അത്തിപ്പഴങ്ങള് കാണാനായിട്ട് സാധിക്കുകയില്ല. വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, അത്തിപ്പഴം ഉണ്ടാകുന്ന കാലത്ത് ഇലകൾ ഉണ്ടാകും. ഈ അത്തിപ്പഴം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇലകൾ കൊഴിഞ്ഞു പോകും. അപ്പൊ ഒരു അത്തിവൃക്ഷത്തില് അത്തിപ്പഴം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ ഇലകള് പച്ച പിടിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത്തിപ്പഴങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈശോ അകലെ നിന്ന് തന്നെ വരുമ്പോൾ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ടു, അതിലെന്തെങ്കിലും ഉണ്ടാകും എന്ന് വിചാരിച്ച് അടുത്തു നിന്നു. അപ്പോ ഇത് കബളിപ്പിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനെയല്ല ചില ആളുകൾ കണ്ട നമ്മൾ വിചാരിക്കും അവര് വളരെ നല്ല ആൾക്കാരാ, അല്ലെങ്കിൽ അവരിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകുമെന്ന്. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുക നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവരുടെ ഉള്ളിൽ കപടത നിറഞ്ഞതാണ്. ആ ഒരു പാഠം ഈശോയിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. ഓരോ ക്രിസ്തു ശിഷ്യനും കപടതയില്ലാതെ പെരുമാറണം. മറ്റുള്ളവരെ ചതിക്കുന്ന വഞ്ചിക്കുന്ന തരത്തില് ഒരിക്കലും പെരുമാറരുതെന്ന് ഇവിടെ ഈശോ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. പിന്നെ പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് എന്നിട്ട് ഈശോ അത് പ്രതീക്ഷിച്ചു എന്ന് പറയുമ്പോൾ, ഓരോ ക്രിസ്തു ശിഷ്യനും എല്ലാ കാലത്തും ഫലം പുറപ്പെടുവിക്കണം. എല്ലാ കാലത്തും സീസൺ അനുസരിച്ചല്ല, അല്ലെങ്കിൽ മൂഡ് അനുസരിച്ചല്ല ഫലം പുറപ്പെടുവിക്കേണ്ടത്. എല്ലാ കാലത്തും ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ് ഓരോ ക്രിസ്തു ശിഷ്യനും. അപ്പൊ 2 പാഠങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ കാണാനായിട്ട് സാധിക്കുക. മറ്റുള്ളവരെ കബളിപ്പിച്ച് നിൽക്കുന്ന ഒരു ആളായിരിക്കരുത് ക്രിസ്തു ശിഷ്യൻ. ഇങ്ങനെ അത്തിവൃക്ഷം തളിരിട്ട് പച്ച പിടിച്ച് മറ്റുള്ളവർക്ക് ഒരു തോന്നിക്കലുണ്ടാകാണ് ഇതിൽ ഫലങ്ങളുണ്ടെന്ന്. അപ്പൊ അതുപോലെ ആകരുത് ഓരോ ക്രിസ്തു ശിഷ്യനും. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മള് സ്ഥാനത്തും അസ്ഥാനത്തും
ക്രിസ്തു ശിഷ്യരായി എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെയൊക്കെയും ജീവിതത്തിന്റെ വഴിത്താരകളിലെ നല്ല കാലഘട്ടത്തെ സഹനങ്ങളും വേദനകളും ഒന്നും ഇല്ലാത്ത കാലത്ത് ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാം എന്നല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. മറിച്ച് എല്ലായ്പ്പോഴും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വേദനകളും ഉണ്ടാകുമ്പോഴും ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു വലിയ ദൗത്യം, വലിയ പാഠം ഈശോ തന്റെ ക്രിസ്തു ശിഷ്യരെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ദേവാലയ ശുദ്ധീകരണമാണ്. ദേവാലയ ശുദ്ധീകരണത്തിൽ നമ്മൾക്ക് അറിയാവുന്ന സംഭവമാണ്. ജെറുസലേമിലെത്തി അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയം ചെയ്യുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിയിട്ടു എന്നെല്ലാം പറയാണ്. എന്നിട്ട് അവസാനം ഇവിടെ ഈശോ പറയുന്നുണ്ട് അടുത്ത വാക്യത്തിൽ, അവൻ അവരെ പഠിപ്പിച്ചു, എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ, അതിനെ നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അതായത് ദേവാലയം പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. അവര് പക്ഷെ അതിന് ക്രയവിക്രയം ചെയ്ത് അതിൽ തന്നെ കച്ചവടത്തില് പറ്റിക്കുന്ന ഒരു തരത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ അതിനെ ഈശോയുടെ ശക്തമായിട്ട് ശകാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് കാണുന്നത്, അവർ അതിരാവിലെ 20 മുതലുള്ള വാക്യങ്ങളിലെ തിരുവചനങ്ങളിൽ കാണാം, വിശ്വാസത്തിന്റെ ശക്തി എന്ന ഹെഡിങ്ങില്, അവർ അതിരാവിലെ അത്തിമരത്തിന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നതായി കണ്ടു. വെറുതെ കുറച്ചെല്ലാം ഉണങ്ങിപ്പോയിരിക്കുന്നത്, വാടിപ്പോയിരിക്കുകയല്ല, സമൂലം മുഴുവനോടെ ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് അനുസ്മരിപ്പിച്ചു, ഗുരു നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ, അതിനെ ഈശോയെ പഠിപ്പിക്കുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താല് അവന് അത് സാധിച്ചു കിട്ടും. വിശ്വാസത്തിന്റെ ശക്തിയെ കുറിച്ച് പറയാൻ നമുക്ക് ഇതിനുശേഷം കാണാം. അപ്പോ തലേ ദിവസം യേശു അത്തിമരത്തോട് പറഞ്ഞ വാക്കുകളുടെ ഫലം ശിഷ്യന്മാർ കണ്ടത് പിറ്റേ ദിവസമാണ്. 20-21 കണ്ടു, അത് സമൂലം നശിച്ചിരിക്കുകയാണ്. അപ്പൊ അത്തിമരത്തെ ശപിക്കുന്നതും അത് ഉണങ്ങുന്നതിനും ഇടയില് ഇപ്പൊ നമ്മൾ വായിച്ചതില് അതിന്റെ ഇടയിൽ വെച്ചിരിക്കുന്നതാണ് ദേവാലയ ശുദ്ധീകരണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബൈബിൾ പണ്ഡിതന്മാർ പറയുകയാണ്, അത്തിമരം ജെറുസലേം ദേവാലയത്തെ പ്രതിനിധീകരിക്കുന്നു. അത്തിമരം ജെറുസലേം ദേവാലയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അത്തിമരം ഉണങ്ങുന്നത് ദേവാലയ നാശത്തിന്റെ പ്രതീകമാണ്. അത്തിമരം വേരു മുതൽ ഉണങ്ങി എന്ന് കാണിക്കുന്നത് ദേവാലയത്തിന്റെ സമ്പൂർണ്ണ നാശത്തെ കാണിക്കുകയാണ്. അത്തിമരം വേരു മുതൽ ഉണങ്ങി എന്ന് കാണിക്കുന്നത് ദേവാലയത്തിന്റെ സമ്പൂർണ്ണ നാശത്തെ ചിത്രീകരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈശോ വിശ്വാസത്തിന്റെ പാഠത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ആഴത്തിൽ അടിസ്ഥാനമുള്ളത് കൊണ്ട് മലകളെ അനക്കാൻ പോലും മാറ്റില്ല എന്നാണ് പൊതുവെ ഒരു സങ്കല്പമുള്ളത്. പക്ഷെ ഈശോയുടെ പറയുകയാണ്, അങ്ങനെയല്ല, മലയെ മാറ്റുക എന്ന് പറഞ്ഞാല് അസാധ്യമായത് ചെയ്യുക എന്നാണ് അർത്ഥം. മനുഷ്യർക്ക് അസാധ്യമായത് പ്രാർത്ഥനയിലൂടെ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിന്റെ ആദ്യത്തെ സന്ദേശം. അല്ലാതെ മലകള് എടുത്ത് മാറ്റുന്ന, പക്ഷെ പ്രാർത്ഥനയുടെ അത്രമാത്രം ഒരു ശക്തിയുടെ കാണിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്കറിയാം, ഫോണും ഒന്നും ഇല്ലെങ്കിലും ഇല്ലാത്ത കാലത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. യേശു എങ്ങനെയാണ് വലിയ വലിയ കാര്യങ്ങൾ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കാത്തതും ചിന്തിക്കാത്തതും എല്ലാം ഇതിൽ കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ കരങ്ങൾ വഴി ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് അവിടെ പരാജയം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാല്, ഞാൻ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന പോലെ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കും നമ്മുടെ മനസ്സിൽ, ഈ ദൈവം എവിടെ? എന്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ഈശോ ഉത്തരം നൽകുന്നില്ല എന്നല്ല. അപ്പോ ഇത് ഈ ബൈബിളിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ പാത എപ്പോഴും മെത്ത വിരിച്ച പാതയായിരിക്കുകയില്ല. സഹനങ്ങൾ വരുമ്പോൾ തളരാതിരിക്കാൻ ഈശോ അതിലൂടെ നമുക്ക് ശക്തി തരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രമാത്രം ഉറച്ച ഒരു അടിസ്ഥാനം പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടായിരിക്കണം. തുടർന്ന് വരുന്നത് പ്രാർത്ഥനയെ കുറിച്ചിട്ടുള്ള പാഠങ്ങളാണ്. 11,
24-25 പ്രാർത്ഥനയെ കുറിച്ച് പറയാണ്. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെ കുറിച്ച് പറയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും രണ്ടാമത്തെ ഭാഗം മറന്നിട്ട് നമ്മൾ വെച്ച് പറയും, ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നവന് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന്. പക്ഷെ രണ്ടാമത്തെ ഭാഗം നമ്മൾ മനഃപൂർവ്വം മറന്നു കളയുകയാണ്. അവിടെ തുടരുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. അപ്പൊ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കയറാനായിട്ട്. അപ്പൊ ദൈവം തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇനി എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം തരുമെന്ന് വെച്ച് തരും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എനിക്ക് നന്മയായത് ഏതാണെന്ന് എന്നേക്കാൾ കൂടുതൽ ദൈവത്തിന് അറിയാം. ആ കാര്യങ്ങള് ദൈവം എനിക്ക് തീർച്ചയായിട്ടും തരും. 23-ാം വാക്യത്തില് പറഞ്ഞിരിക്കുന്ന ഒരു പൊതുതത്വമാണ്, വിശ്വാസത്തോടെ പറയുന്നത് സംഭവിക്കും. പ്രാർത്ഥനയുടെ കാര്യത്തിലും ശരിയാണ്. 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത അവന് അത് സാധിച്ചു കിട്ടും. അപ്പൊ നമ്മള് ഈ വചനത്തില് ശക്തിയായിട്ട് വിശ്വസിക്കണം. കാരണം ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ട് ആളുകൾ എഴുതിയതാണ്. അപ്പൊ ഇതില് ദൈവത്തിന്റെ വചനത്തില് പരിശുദ്ധാത്മാവ് അടങ്ങിയിരിക്കുന്നു, ജീവൻ അടങ്ങിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ വചനമൊക്കെ എഴുതുമ്പോൾ ഈശോയെ എന്റെ ജീവിതത്തിലെ വചനത്തിന്റെ ശക്തി എനിക്ക് മനസ്സിലാക്കി തരണമെന്നും നിന്റെ ഹിതം നിറവേറ്റാൻ ശക്തി നൽകണമെന്നും വചനത്തിന്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി എഴുതി കഴിഞ്ഞാല് തീർച്ചയായിട്ടും ദൈവം നമുക്ക് അനുഗ്രഹം തരും. അതുപോലെ 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാല് നമുക്ക് ലഭിക്കും എന്നുള്ളത്. പ്രാർത്ഥന ഫലപ്രദമാകുന്നതിന് ആദിമസഭ പിന്നീട് മറ്റ് ചില സവിശേഷതകൾ കൂടി കൂട്ടിച്ചേർത്തു. ഒന്നാമത്തെ കാര്യം അതിലെ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിലായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14, 13, 14, 15, 16. പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ വചനത്തിൽ നിലനിൽക്കണം. ഒന്ന്, യേശുവിന്റെ നാമത്തിലായിരിക്കണം. നാമം നമുക്കറിയാം, വെറുതെ അതൊരു പേരല്ല, ആ വ്യക്തിത്വം മൊത്തം അതിൽ അടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരെ മേരി അല്ലെങ്കിൽ തോമസ് എന്നൊക്കെ വിളിക്കുമ്പോൾ വെറുതെ ഒരു പേര് മാത്രമല്ല, അപ്പൊ നമ്മൾ ആ വ്യക്തിയാണ് പൂർണ്ണമായിട്ട് ഓർക്കുന്നത്. അപ്പൊ ബൈബിളിലെ പേര് എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും അതിൽ ഉൾച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്നവർ യേശുവിന്റെ വചനത്തിൽ നിലനിൽക്കണം. അതായത് വചനത്തിൽ വേരൂന്നിരിക്കണം. സങ്കീർത്തനം 1:1 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, വചനത്തിൽ നിൽക്കുന്നവൻ എപ്രകാരമുള്ളവനായിരിക്കും, അവൻ കാറ്റു പറത്തുന്ന പതിരു പോലെയല്ല, അവന് ഉറച്ച അടിസ്ഥാനമാണ്. അപ്പൊ ആ ഒരു വചനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം പ്രാർത്ഥിക്കുന്നവര്. അതുപോലെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. ചിലര് ഇന്ന് പ്രാർത്ഥിച്ച് ഏതാണ്ട് മാജിക് പോലെ സംഭവിക്കുന്ന പോലെ വിചാരിക്കുകയാണ്, ഇത് പ്രാർത്ഥിച്ച് ഇപ്പൊ തന്നെ കിട്ടുമെന്നുള്ളത്. ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ച അപ്പൊ തന്നെ കിട്ടും, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ നമ്മൾ സ്ഥിരതയോടുകൂടി പ്രാർത്ഥിക്കണം, സംശയമില്ലാതെ പ്രാർത്ഥിക്കണം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1:8 വചനത്തിൽ വായിക്കുകയാണ്ട് നമ്മള് സംശയമില്ലാതെ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമുക്ക് തോന്നും അത് ലഭിക്കോ ഇല്ലയോ, എന്താണ് അവ കാര്യം, ഒരു വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. ദുരാശകളെ തൃപ്തിപ്പെടുത്താനുള്ള പ്രാർത്ഥനയായിരിക്കരുത്. യാക്കോബ് 4:3. നമുക്ക് ഒരുപാട് ദുരാശകളുണ്ട്, അപ്പൊ അതിനെ തൃപ്തിപ്പെടുത്താനായിട്ട് പ്രാർത്ഥന ഉപയോഗിക്കരുതെന്ന് പറയുന്നു. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് ദൈവത്തിന്റെ യഥാർത്ഥ ആലയം. അതാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് വരിക. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, പരസ്പരം ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ദൈവത്തിന്റെ യഥാർത്ഥ ആലയമാണ്. ഈ ആലയം എന്നും നിലനിൽക്കും എന്ന് പറയണം. അപ്പൊ ഈ ആലയം ഒരിക്കലും നശിച്ചു പോകുകയില്ല എന്നുള്ളൊരു അത് ഇവിടെ കാണിക്കുക. പിന്നീട് കാണുന്നത് യേശുവിന്റെ അധികാരത്തെ കുറിച്ച് അവര് ചോദ്യം ചെയ്യുന്നു. അപ്പൊ യേശു ഇവിടെ പറയുന്നുണ്ട്, യേശുവിനെ ഒരു കുടുക്കിലാക്കണ പോലെയാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം,
എന്നോട് ഉത്തരം പറയേ, എന്ത് അധികാരത്തിലാണ് ഞാൻ ഇവ ചെയ്യുന്നത് എന്ന് അപ്പോൾ പറയാം. അപ്പൊ അവര് എന്ത് അധികാരത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. യോഹന്നാന്റെ സ്നാനസ്ഥാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയും. അവർ പരസ്പരം ആലോചിച്ചു. അപ്പൊ അവരെ ആലോചിച്ചിട്ട് ഇത് എന്ത് ഉത്തരം കൊടുക്കണം എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ അവര് പറയാണ്, സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല എന്ന് അവർ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത്. കാരണം അവര് ട്രാപ്പിൽ വീഴാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. നോക്കുക, അവസാനത്തെ വാക്യത്തില് 33-ാമത്തെ വാക്യത്തിൽ ഈശോ അവരോട് പറയാണ്, അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഒരു കുട്ടികുറുമ്പ് പോലെ യേശുവോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഞാനും ഇത് നിങ്ങളോട് പറയുന്നില്ല എന്തധികാരത്താലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ യേശുവിന് ലഭിക്കുന്ന അധികാരമെല്ലാം ദൈവത്തിൽ നിന്നാണ്. ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് യേശു ഇത് ചെയ്യുന്നത്. ഇത് ഈശോ പല പ്രാവശ്യം അവരെ പഠിപ്പിച്ചു. പലപ്പോഴും പക്ഷെ അത് മനസ്സിലാക്കുന്നതില് അവര് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ മനോഹരമായ ഒരു ഉപമയെ കുറിച്ചാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. കാരുണ്യവാനായ ഈശോയെ, സ്നേഹപൂർവ്വം ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഈ വചനം എഴുതുന്നത് വഴിയും പഠിക്കുന്നത് വഴിയും ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കുവാനും വചനത്തിൽ നിന്നുകൊണ്ട് ആഴമായ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ എപ്പോഴും അങ്ങ് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിച്ച് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ജീവിക്കുവാനും പരസ്പരം വിശ്വസിക്കുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി, ഒരു കുടുംബമായി ഞങ്ങൾ വളരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.